എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ ബബിതയോടും രോഹിത്തിനോടും സംസാരിക്കുവാണ്. അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാം എടുത്തെടുത്ത് ഓരോന്ന് എണ്ണി ചോദിച്ചുകൊണ്ടാണ് ബാലേന്ദ്രൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ 2 ക്രിമിനൽസ് വന്ന് പിടിച്ച് വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കതിനെ എതിർക്കായിരുന്നു, നിങ്ങളത് ചെയ്തില്ല, അത് പേടികൊണ്ടാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളുടെ അച്ഛനോട് വന്ന് പറയാമായിരുന്നല്ലോ, അത് നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ അതിന് പകരം ആ ക്രിമിനൽസിൻ്റെ കൂടെ കൂട്ടുനിന്ന് അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തു, അതല്ലേ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രോഹിത് ചോദിക്കുന്നുണ്ട്, അവരാരും ക്രിമിനൽസ് അല്ലല്ലോ, കൊച്ചച്ഛനല്ലേ ഇവിടെ വന്നത്, പിന്നെ ഹരിയും അല്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ആ ഒരു ക്രിമിനൽസ് അല്ലേ ഈ നിൽക്കുന്ന ആലീനെ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഹരി ക്രിമിനൽ അല്ലേ, അതിനെ കൂട്ടുനിന്ന് നീ ഏത് വകുപ്പിൽ പെടുവടാ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അലീനെ കേസ് കൊടുക്കാത്തതുകൊണ്ടും നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ടും നിങ്ങൾ ക്രിമിനൽസ് അല്ലാതെ ആകുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് ചോദിക്കുവാണ് രാജീവിൻ്റെ കാര്യം. പിന്നെയുണ്ടല്ലോ ഒരു രാജീവൻ, നിങ്ങളുടെ അമ്മാവൻ ഞാൻ കരം കൊടുക്കുന്ന വീട്ടിൽ വന്ന് എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ ഒരു കാര്യം നടപ്പിലാക്കാൻ അവന് ആരാ അധികാരം കൊടുത്തത്? നിങ്ങളുടെ അമ്മയോ അതോ നിങ്ങളോ? ആരാ അധികാരം കൊടുത്തത് എന്ന് ചോദിക്കും. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഇതിനെല്ലാം നിങ്ങൾ എന്തിനാ കൂട്ടുനിന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം അമ്മ പറഞ്ഞിട്ടാണ് എന്ന് പറയും. അന്നേരം ബബിതയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ടാണ്, നിനക്ക് ഇത്രയും വയസ്സായില്ലേ, 19 വയസ്സായില്ലേ, നിനക്കൊരു വ്യക്തിത്വമില്ലേ, ഈ മുന്നിൽ കാണുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ, അതിലെ സത്യവും നീതിയും തിരിച്ചറിയാൻ, അങ്ങനെ പ്രതികരിക്കാൻ നിനക്കിതുവരെ കഴിവ് വന്നിട്ടില്ലേ? വേറൊരാളുടെ തലയിലൂടെയാണോ നീ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്? അങ്ങനെയാണോ വേണ്ടത്? അതിനാണോ നിങ്ങൾക്ക് ഞാൻ വിദ്യാഭ്യാസം തരുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനും അവരുടെ അവസ്ഥകളെ തിരിച്ചറിയാനും ഒക്കെ പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ എന്തിനു വേണ്ടിയാണ് നീയൊക്കെ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നത്? നാണം ഉണ്ടോ നിനക്കൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എണ്ണി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിതയോട് ചോദിക്കും, അലീന, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തി എന്ന് പറഞ്ഞാൽ പോലും അതുപോലെ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ എടുത്തോളാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അലീന ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയണമെന്ന് പറയും. അന്നേരം അവർക്കൊന്നും പറയാനില്ലല്ലോ. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, എന്ത് ചോദിച്ചാലും അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്നുള്ള മറുപടിയല്ല എനിക്ക് വേണ്ടത് എന്ന് പറയും. അതുപോലെ രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിന്നോടും കൂടി ഉള്ളതാണ്. ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാനാണോടാ നിന്നെയൊക്കെ ഞാൻ ഇത്ര നാളും വളർത്തിയത്? നിനക്ക് എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അച്ഛ എന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയണം. അച്ഛൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയണം. അത് കാര്യകാരണ സഹിതം സത്യസന്ധമായിട്ട് പറയാനും നിനക്ക് കഴിയണം. അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നു. ലാസ്റ്റ് അവർക്ക് വേറെ ഒന്നും തിരിച്ച് പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുവാണ്. അത് കഴിയുമ്പം ബാലേന്ദ്രൻ അലീനെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് അലീനെ ഇങ്ങനെ തോളയിൽ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തുക കേട്ടോ. അത് കാണുന്നതേക്കും ആകെ വിഷമമാകുന്നുണ്ട് വൈജയന്തിക്ക്. വൈജയന്തി ഇങ്ങനെ ദേഷ്യവും സങ്കടവും കടിച്ചമർത്തി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതല്ല, നിങ്ങളെ രക്ഷിക്കാൻ വന്നായിരുന്നല്ലോ കുറച്ച് പേര്, അവരുടെ കൂടെ നിങ്ങൾ എന്താ പോകാതിരുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാബു ചോദിക്കും, എങ്ങോട്ട് പോകാനാണ് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, അല്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബഗനെ പോലെ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുമല്ലേ, അന്നേരം രക്ഷിക്കാൻ വന്ന നിങ്ങളുടെ അമ്മാവൻ്റെ കൂടെ അല്ലെങ്കിൽ രക്ഷിക്കാൻ വന്ന നിങ്ങളുടെ ചേട്ടൻ്റെ കൂടെ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുമല്ലായിരുന്നോ വേണ്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിതയ്ക്ക് വാക്കുകളില്ലേ, ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല, അങ്ങനെയല്ലേ വേണ്ടത്, രക്ഷിക്കാൻ വന്നവരുടെ കൂടെ പോവുകയല്ലേ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തില്ലല്ലോ, അതെന്താ അങ്ങനെ ചെയ്യാതിരുന്നത്? അമ്മയോട് പറയാൻ മേലായിരുന്നോ രക്ഷിക്കാൻ വന്നവരുടെ കൂടെ പോകണമെന്ന്? അങ്ങനെ ചെയ്യണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ അലീനയോട് പറയും, അലീന ഇങ്ങോട്ട് വരാനേ. അലീനെ അടുത്തേക്ക് വിളിക്കുന്ന എന്തിനാ എന്നോർത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അന്തേക്കും അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുമ്പം ബാലേന്ദ്രൻ അലീനയുടെ 2 തോളിലും ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തുവാണ്. അന്നേരം അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ വൈജയന്തിക്ക്.
അവരുടെ മുമ്പ് വെച്ചല്ലേ ഇത് ചെയ്യുന്നത്. എന്നിട്ട് പറയുവാണ്, ഇന്ന് തൊട്ട് അലീന ഈ വീട്ടിലെ ഹോം നേഴ്സല്ല, വേലക്കാരിയല്ല, അതുപോലെ അനാഥയുമല്ല. ഇന്ന് തൊട്ട് ഈ ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് പറയുന്നതേക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് വൈജയന്തി. അതുപോലെ രോഹിത്തിനും ഒന്നും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് തൊട്ട് എനിക്ക് 3 പെമ്മക്കളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ വീട്ടിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അവകാശവും അധികാരവും ഇന്ന് തൊട്ട് അലീനയ്ക്കും ഉണ്ടാവും. അതുകൊണ്ട് അവളുടെ തലയിൽ ആരും കുതിര കയറാൻ നിൽക്കണ്ട എന്ന് പറയും. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ദേ ഇപ്പം പറയണം, അതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാം. ഇനി ഇവളുടെ കൂടെ ഇവിടെ താമസിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലോ ഹോം സ്റ്റേയോ എന്ത് വേണമെങ്കിലും ഞാൻ ഏർപ്പാടാക്കി തരാം, അതിനും യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുവാണ്. അന്നേരം അവരൊന്നും മിണ്ടുന്നില്ലേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഇവളിവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിമാനക്ഷതവോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് പറയാം, ഞാൻ അതിന് പരിഹാരം കണ്ടിരിക്കും. അല്ലാതെ കുറേ കഴിയുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാകണം. അത് എന്നോട് പറഞ്ഞാൽ ഞാൻ അതിന് പരിഹാരം കണ്ടിരിക്കും എന്നൊക്കെ പറയുവാണ്. അന്നേരം അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിപ്പം ഇത്രയേ പറയാനുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനി പോവാണ്, ഞാൻ ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോകുന്നു. പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല, അങ്ങനെ തളർന്ന് നിൽക്കുവാണ്. ബാലേന്ദ്രൻ അത്രത്തോളം ഉറച്ച ശബ്ദത്തിലാണ് അവരോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും. ബാലേന്ദ്രൻ്റെ ഭാഗത്ത് അലീനെ അവിടെ പിടിച്ചു നിർത്തി എന്നല്ലാതെ വേറെ തെറ്റൊന്നും അവർക്ക് കാണാനും ഇല്ലാത്തതുകൊണ്ട് മക്കളല്ലേ, അവർക്ക് അങ്ങോട്ടൊന്നും എതിർത്ത് പറയാനുമില്ല. ഏതായാലും ബാലേന്ദ്രൻ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും റൂമിലേക്ക് കയറി പോകും. ഏതായാലും അവരൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. കൃഷ്ണമോൾ അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, സന്തോഷമായോ ഇപ്പം എന്ന്. നല്ല സന്തോഷമായി എന്ന് പറയുമ്പോൾ അലീനെ കെട്ടിപ്പിടിക്കുവാണ്. അന്നേരം അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. കെട്ടിപ്പിടിച്ചെല്ലാം കഴിഞ്ഞാൽ അലീന പറയും, ഞാനേ ചായ എടുക്കട്ടെ, പോയി ചായ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ, വീണ്ടും പണിയെടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പം, പിന്നെ മൂഷികശ്രീ വീണ്ടും മൂഷികശ്രീ ആയി എന്നങ്ങ് കരുതിയാൽ മതി എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം ചേച്ചിയല്ലേ ഞാൻ, അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ നന്നായിട്ട് നോക്കണ്ടേ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴേക്കും, അങ്ങനെ പറ, അതെനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഏതായാലും കെട്ടിപ്പിടിച്ച് അലീന കൃഷ്ണമോളുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങ് സന്തോഷം അങ്ങ് തീരുന്നില്ല കൃഷ്ണമോൾക്ക്, പിന്നെയും കെട്ടിപ്പിടിക്കുവാണ്. ഏതായാലും ബാലേന്ദ്രൻ മുകളിലോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് വൈജയന്തി കൃഷ്ണമോളെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുക. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് കൊണ്ടുപോകാമേ, എന്നെ കൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് തള്ളാനാണോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. എന്നിട്ട് വീടിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ കോണിൽ വരാന്തയിൽ പോയി നിൽക്കുവാണ്. എന്നിട്ട് അവൾ ചെന്ന് നിന്നിട്ട് ചോദിക്കും, ഇത്ര ദിവസം എവിടെയായിരുന്നു നിങ്ങളെന്ന് ചോദിക്കുക. ബാലേന്ദ്രൻ്റെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇത്രയും ദിവസം അകത്ത് നിന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ മൂല പോയിരുന്നിട്ടാണ് ഈ കാര്യം ചോദിക്കുന്നത്. അന്നേരം കൃഷ്ണമോൾ പറയും, ഞങ്ങളവിടെ റിസോർട്ടിലായിരുന്നു എന്ന് പറയും. ഏത് റിസോർട്ട് എന്ന് ചോദിക്കുമ്പം അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, വേണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ബില്ല് എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ, ബില്ലും കുല്ലുമൊന്നും എനിക്ക് വേണ്ട, അവിടെ എന്തായിരുന്നു പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞങ്ങളവിടെ ഫുഡ് കഴിച്ചു, റെസ്റ്റ് എടുത്തു, അവിടെയെല്ലാം കണ്ടു, അങ്ങനെ ഞങ്ങളവിടെ അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി ചോദിക്കും, റൂം എടുത്തു, റൂം എങ്ങനെയാണ്, 2 റൂമാണോ അതോ ഒരു റൂമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു റൂം, വലിയ റൂമായിരുന്നു എന്ന് പറയും. അന്നേരം കിടന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയും, വലിയ കിങ് സൈസ് ബെഡാണ്, അപ്പോൾ അതിൻ്റെ പാതി ഞാനും അലീന ചേച്ചി ഇങ്ങനെ എടുത്തു, പാതി അച്ഛൻ എടുത്തു എന്ന് പറയും. അന്നേരം വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. വൈജയന്തി ചോദിക്കുകയാണ്, അവളുടെ കൂടെ നിങ്ങൾ കിടന്നു വന്ന്. എന്നിട്ട് ചോദിക്കുകയാണ്, ഏത് സൈഡിലാണ് അച്ഛൻ കിടന്നത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആ രീതിയിലുള്ള ചിന്തയൊന്നും വേണ്ട. അമ്മ അലീന ചേച്ചിയെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദ്രോഹിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുവാണ് എന്ന് കൃഷ്ണമോൾ പറയുന്നത്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവിടെ ഇത്രയും ദിവസം നിന്നത്, നിനക്ക് അച്ഛനോട് പറയാൻ മേലായിരുന്നു, എനിക്ക് പഠിക്കാനുണ്ട്, ക്ലാസ്സിൽ പോകണം എന്നൊക്കെ പറയാൻ മേലായിരുന്നോ, അങ്ങനെ തിരിച്ചു വരാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ക്ലാസ്സിൽ പോകാത്തത് എനിക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല, അവിടെയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുക. അന്നേരം അവിടെ എന്ത് പഠിക്കാനായിരുന്നടി ഉണ്ടായിരുന്നത്, നിൻ്റെ അലീന ചേച്ചിയുടെ അച്ഛൻ്റെയും ക്ലാസ് ആയിരുന്നു നിനക്ക് പഠിക്കാനുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാനും അമ്മയും ഒന്നും അറിയാത്ത എന്തോരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നറിയാവോ, അതിനെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റി എന്ന് പറയുമ്പം, എനിക്ക് മനസ്സിലായി, നിൻ്റെ അച്ഛനും അലീനയും കൂടെ നിന്നെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ സൈഡിലേക്ക് ആക്കിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അവരുടെ സൈഡിലേക്ക് ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ അവരുടെ
മോളുടെ സൈഡിൽ തന്നെയായിരുന്നു. പിന്നെ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചത് ഈ വീട്ടിലെ വഴക്ക് തീരാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അത് അങ്ങനെയൊന്നും തീരില്ല. അതുകൊണ്ട് അമ്മ ആ രീതിയിൽ ചിന്തിക്കേണ്ട. അമ്മ ഈശ്വരനെ വിചാരിച്ച് അമ്മയുടെ ജോലിയും അമ്മയുടെ കുട്ടികളുടെ കാര്യവും ഒക്കെ നോക്കി അമ്മ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അച്ഛനോട് വഴക്കുണ്ടാക്കാൻ പോകരുത്, അത് ശരിയാകിയേല എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, അതുകൊണ്ട് നീ എന്നെ ഇങ്ങോട്ട് വലിയ ആൾക്കാരെ പോലെ വലിയ വായിൽ ഉപദേശിക്കുകയൊന്നും വേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിനി അറിയാം എന്ന് പറയുക. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകണ്ട, ഇതിങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി, അമ്മ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇതിങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ പലതും തേഞ്ഞു മാഞ്ഞു പോകും എന്ന് വരെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇത്രയൊക്കെ അച്ഛനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതലൊന്നും അച്ഛനും സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു ഭാവത്തിൽ വൈജയന്തി അവിടുന്ന് പോരുന്നു. കൃഷ്ണമോള് പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്, അമ്മേ അമ്മേ എന്ന് പറഞ്ഞ്. അപ്പം കേൾക്കുന്നില്ല. തുള്ളിച്ചാടി നേരെ വരുന്നത് മുത്തശ്ശിയുടെ റൂമിലോട്ടാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ എന്ന്. എന്നിട്ട് പറയും, അവളെ ബാലേന്ദ്രൻ ദത്തുപുത്രിയായിട്ട് അങ്ങ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ, അത് അവൻ എന്നോടും പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇതൊക്കെ വെറും മറിയാന്നേ, ദത്തുപുത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് ആർക്കും ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വെറുതെ ഷോ കാണിക്കുന്നതാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് നീ കയറി ഇടപെടാൻ പോകണ്ട എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എടി ഈ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് നീയല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഞാനോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം, ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി ദേ ആ മൂലയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതാണ് ആ പെണ്ണ്. അതിനെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി കുത്തിയും മാന്തിയും അതിനെ ദത്തുപുത്രിയുടെ സ്ഥാനത്ത് വരെ എത്തിച്ചത് നീ ഒറ്റ ഒരുത്തിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി ചോദിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അവളുടെ മുമ്പിൽ തലമഴ കുനിച്ച് നിൽക്കണോ, അതിനൊന്നും വൈജയന്തി കിട്ടിയില്ല എന്ന് പറയും. അന്നേരം നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെ, ഇപ്പം എല്ലാ കുറ്റവും എൻ്റെ തലയിലാണ്, പണ്ടും അങ്ങനെയായിരുന്നല്ലോ, അന്ന് ഞാൻ നിങ്ങളോട് അച്ഛനോടും അമ്മയോടും എൻ്റെ 3 ആങ്ങളമാരോടും കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലായിരുന്നു എനിക്കൊരു വിവാഹം വേണ്ട എന്ന്. നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ ഇതെൻ്റെ തലയിൽ കെട്ടിവെച്ചത്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കൊണ്ടേനെ, ഇത് നിങ്ങളെല്ലാവരും ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഞാനിപ്പം അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുക. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടി നീ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് നോക്കി, നിങ്ങളെല്ലാവരും കൂടി ബാലേന്ദ്രൻ്റെ അനുവാദമില്ലാതെ ആ പെങ്കൊച്ചിനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടും ബാലേന്ദ്രൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഈ സ്ഥാനത്ത് കുഞ്ഞിരാമേട്ടനാണെങ്കിൽ അങ്ങനെ പോയി കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുകയും എല്ലാത്തിനും അടിച്ച് പുറത്താക്കുകയും ചെയ്യും. അതൊന്നും അവൻ ചെയ്തില്ലല്ലോ. ദത്തുപുത്രിയെങ്കിൽ ദത്തുപുത്രി, അത് ആ രീതിയിൽ അങ്ങ് പറയുന്നതല്ലേ ഉള്ളൂ, ആ മൂലയിൽ കൂടെ ആ കാര്യങ്ങൾ അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ 3 മക്കളിലെ അതേ സ്ഥാനവും അധികാരവും അവൾക്കുണ്ടെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അത് വാക്കുകൊണ്ട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നീ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പോകണ്ട, ഇനി വഴക്കിന് പോകണ്ട എന്ന് മുത്തശ്ശി പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഏതായാലും ഈ അപമാനം സഹിച്ച് ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനവൻ്റെ വീട്ടിൽ നിന്ന് നീ എങ്ങോട്ട് ഇറങ്ങി പോകുന്നതെന്ന്. അന്നേരം പറയും, അവനവൻ്റെ വീടോ, ഇത് എൻ്റെ വീടല്ല, എന്നെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്ന ആ ദിവസം തൊട്ട് ആ ഒരുമ്പെട്ടവളെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന ആ ദിവസം വരെ ഇത് എൻ്റെ വീടായിരുന്നു, ഇപ്പം ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ട പലരുടെയും വീടാണ് എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട എന്ന്. അന്നേരം വൈജയന്തി പറയുവാണ്, ഇല്ല, ഇനി ഈ അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കില്ല, ബാലേന്ദ്രന് എന്നെ വേണ്ട, അതെനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ അങ്ങനെ പറഞ്ഞു എന്ന്. അന്നേരം പറയും, ബാലേന്ദ്രൻ്റെ ഓരോ പ്രവൃത്തിയിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയാതെ പറയുവാണെന്ന്, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും, രാജീവേട്ടനെയും ശിവേട്ടനെയും വിളിച്ച് പറയും, എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും, എൻ്റെ മക്കളെയും കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന വൈജയന്തി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീനയുടെ സന്തോഷം കാണിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ മകളാണെന്ന് പറഞ്ഞതിൻ്റെ ആ സന്തോഷം, ബാലേന്ദ്രൻ്റെ അടുത്ത് പോയി ചെറിയ കുറുമ്പ് കാണിക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട്. അതുപോലെ വൈജയന്തിയുടെ അടുത്ത് എന്നെ ഒരു ദിവസമെങ്കിലും മകളെപ്പോലെ കണ്ട് മോളേന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പം, എൻ്റെ മകള് നീ ആകാനോ, അങ്ങനെ ആകണമെങ്കിൽ എൻ്റെ രക്തം നിൻ്റെ ഞരമ്പിലൂടെ ഒഴുകണം, എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ അംഗീകരിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയോട് വഴക്കുണ്ടാക്കാൻ ചെല്ലുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്.